സോ നമ്മുടെ ഈ ഒരു നീറ്റ് ജേണിയിൽ ഈ ഒരു ടൈമിൽ എല്ലാവരുടെയും മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളാണ് കുറേ ബാക്ക്ലോഗ്സ് ഉണ്ടല്ലോ, അതേപോലെ ഞാൻ പഠിച്ചിട്ട് എവിടെ എത്തുന്നില്ല, കുറേ വർക്ക് ഇടുന്നുണ്ട് പക്ഷേ എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല, പിന്നെ എന്താണ് നിർത്തി അങ്ങ് പോയാലോ മതി, അങ്ങനത്തെ കുറേ അധികം ചിന്തകൾ വരുന്ന ഒരു സമയമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളത് നോക്കാം. ഹായ്, ഞാൻ നന്ദന KT, a third year MBBS സ്റ്റുഡൻറ്റ് ഫ്രം കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. ഓൾസോ ഞാൻ ഡോപ്പയിലെ മെൻറ്ററായിട്ട് വർക്ക് ചെയ്യാണ്. സോ നമ്മുടെ ഈ ഒരു മന്തിൽ ഒരുപാട് ഡൗട്ടുകളാണ് കുട്ടികൾക്ക് വരുന്നത്. അതായത് നമുക്കിപ്പോൾ ഓൺഗോയിങ് ആയിട്ടുള്ള ടോപ്പിക്കൊക്കെ തീർന്നിട്ട് നമ്മുടെ റിവിഷൻ പ്ലാനുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതേപോലെ ഫുൾ ടോപ്പിക് മോക്ക് എക്സാമുകൾ, ഗ്രാൻഡ് എക്സാമുകളൊക്കെ നടക്കാൻ പോവാണ്. സോ നമ്മൾ ഏതിൽ ഫോക്കസ് ചെയ്യണം? നമുക്ക് കുറേ ബാക്ക്ലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിൽ ഫോക്കസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഡൗട്ടുകളാണ് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ നിന്ന് ഇപ്പോൾ വരുന്നത്. സോ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെയൊക്കെ അപ്രോച്ച് ചെയ്യേണ്ടത്? സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് എല്ലാവർക്കും ഉള്ളൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് ഈ ഒരു നീറ്റ് ജേണിൻ്റെ അകത്ത്. ഈവൻ എനിക്ക് പോലും ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകൾ വന്നിട്ടുള്ളൊരു ടൈമാണ് ഈ ടൈം എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ ഓവർകം ചെയ്തിട്ട് വേണം നമ്മൾ നീറ്റ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് നമ്മൾ ടോപ്പിക്കുകൾ എന്ത് ചെയ്യണം? സോ ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ ഒരിക്കലും മാറ്റി വെക്കാൻ പാടില്ല. നമ്മളൊരു ചാപ്റ്റർ എങ്ങനെയാണ് കംപ്ലീറ്റ് ആയി പഠിച്ചതെന്ന് പറയുന്നത്, നമ്മൾ വീഡിയോസ് കണ്ട് ലെക്ചേഴ്സ് എഴുതി അതിൻ്റെ സാർമാർ പ്രൊവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത്, പിന്നെ നമ്മുടെ പ്രൊവൈഡഡ് ഗൈഡുകളിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത്, പിന്നെ നമ്മൾ NCERT സോൾവ് ചെയ്ത്, അതേപോലെ ഒരു എക്സാമും കൂടി എഴുതി കഴിയുമ്പോഴാണ് നമ്മൾ ആ ഒരു ചാപ്റ്റർ പക്കയായിട്ട് പഠിച്ചെന്ന് പറയുന്നത്. അങ്ങനത്തെ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാനായിരിക്കും നമുക്ക് എപ്പോഴും എളുപ്പം ഉണ്ടാവുക. സോ നമ്മളിപ്പോൾ ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സിനെ ഫുൾ ഫോക്കസ് ഇട്ടിട്ട് തന്നെ വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. സോ നെക്സ്റ്റ് ഉള്ള ഡൗട്ടാണ് റിവിഷൻ. നമ്മൾ റിവിഷൻ എങ്ങനെ ചെയ്യണം, എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്യണം, എത്ര ടൈം കൊടുക്കണം? സോ ഇപ്പോൾ നമ്മൾ ഒരു ദിവസം നമുക്ക് 3 ടോപ്പിക്കുകളാണ് അല്ലെങ്കിൽ 3 ചാപ്റ്റേഴ്സാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഷെഡ്യൂൾ തന്നേക്കുന്നത്. സോ ഈ 3 ചാപ്റ്റേഴ്സും നമുക്ക് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഇല്ല എന്നുള്ളതായിരിക്കും ഒരു 90% നമ്മുടെ ഉത്തരം വരുന്നത്. കാരണം 3 ചാപ്റ്റേഴ്സ് മുന്നേ പഠിച്ച ചാപ്റ്റേഴ്സ് നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ടൈം എടുത്തേക്കാം. സോ നമ്മളിപ്പം എങ്ങനെയാണ് ഈ ടോപ്പിക്കിനെ മാനേജ് ചെയ്യേണ്ടത്? സോ റിവിഷൻ എന്ന് പറയുമ്പം നമ്മൾ ഏത് മെറ്റീരിയലാണ് ഫോളോ ചെയ്യുക? നമ്മൾ എഴുതി ഉണ്ടാക്കിയ, നമ്മൾ ക്ലാസ്സുകൾ കേട്ട് ലൈവുകൾ കേട്ട് എഴുതി ഉണ്ടാക്കിയ നോട്ട് തന്നെയാണ് നമ്മൾ റിവിഷൻ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇനി എങ്ങനെ നമ്മൾ റിവിഷൻ ചെയ്യും? റിവിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഒരു ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ചിന്തിക്കുമ്പം ഒന്നും അറിയില്ല, ഈ ചാപ്റ്ററിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല, മുന്നേ കുറേ എഫേർട്ട് ഇട്ടതാണ് പക്ഷേ എനിക്കൊന്നും അറിയില്ല, ആ തോന്നൽ തന്നെയാണ് നമുക്ക് ഉണ്ടാവുക. പക്ഷേ നമ്മൾ അത് ക്രാക്ക് ചെയ്യണം. എങ്ങനെ ക്രാക്ക് ചെയ്യും? ഫസ്റ്റ് നമ്മൾ ചാപ്റ്റർ എടുത്ത് വെക്കും, എന്നിട്ട് നമ്മൾ ഫസ്റ്റ് അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കും, എന്തൊക്കെയാണ് ചാപ്റ്റേഴ്സിൻ്റെ അകത്തുള്ളതെന്ന് ചിന്തിക്കും. അപ്പം നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന സാധനങ്ങൾ ഭയങ്കര കുറവായിരിക്കും. പിന്നെ നമ്മൾ ഓരോരോ ഹെഡിങ്ങുകളിലായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഓരോരോ സബ് ഹെഡിങ്ങിലായിട്ടായിരിക്കും നമ്മുടെ ചാപ്റ്റർ കിടക്കുന്നത്. ഓരോ സബ് ഹെഡിങ്ങുകളിൽ വെച്ചിട്ട് നമ്മൾ ആ ചാപ്റ്ററിനെ റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. റിവിഷൻ എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ഒരു ആക്റ്റീവ് റീകോളിംഗ് ആണ് നമ്മുടെ റിവിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ ഹെഡിങ്ങിൽ വെച്ചിട്ട് നമ്മൾ ആ ചാപ്റ്ററിനെ ഒന്ന് റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതിനുശേഷം നമ്മൾ ഓരോ ടോപ്പിക്കിനെയും അല്ല, നമ്മൾ ചാപ്റ്ററിന് ഫുള്ളായിട്ട് ഹാർഡ്, മോഡറേറ്റ്, ഈസി, ഈ 3 കാറ്റഗറിയിലായിട്ട് നമ്മളെ നീറ്റ് ചാപ്റ്റേഴ്സിനെ നമ്മൾ റിവിഷൻ ചെയ്യാൻ പോകുന്ന ചാപ്റ്റേഴ്സിനെ തിരിക്കാം. അതിനുശേഷം നമ്മൾ ഈ 3 ടോപ്പിക്കുകളിൽ ഏതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക? നമ്മൾ ഹാർഡ് ടോപ്പിക്കിനാണ് ഈ റിവിഷൻ പ്ലാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ ഈ ഹാർഡ് ടോപ്പിക്ക് നമ്മുടെ ഫുൾ എഫേർട്ട് ഇട്ടിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പെൻഡിങ് വരുന്ന ടോപ്പിക്സ് ഏതായിരിക്കും? ഈസി ടോപ്പിക്സ് ആയിരിക്കും. ഈവൻ പെൻഡിങ് വന്നു കഴിഞ്ഞാൽ ഈസി ടോപ്പിക്സ് പെൻഡിങ് വരുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു സ്മൂത്ത്നെസ് ഉണ്ടാകും. കാരണം ഓക്കെ, ഞാൻ ആ ചാപ്റ്ററിൻ്റെ ഹാർഡ് ടോപ്പിക്സ് ഒക്കെ ക്രാക്ക് ചെയ്തിട്ടുണ്ട്, ഇനി എനിക്ക് കുറച്ച് ഈസി ടോപ്പിക്സ് കൂടെ മാത്രമേ കവർ ചെയ്യാനുള്ളൂ. സോ അങ്ങനെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യേണ്ട ഒരു സമയമാണ് നമ്മുടെ ഈ റിവിഷൻ ടൈം. സോ ഒരു ചാപ്റ്റർ കിട്ടി, നമ്മൾ ആക്റ്റീവായിട്ട് ആ ചാപ്റ്റർ എന്തൊക്കെയാണ് എന്നുള്ളത് റീകോൾ ചെയ്തു. പിന്നെ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിനെ ഹാർഡ്, മോഡറേറ്റ്, ഈസി എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്ത് എന്നിട്ട് നമ്മൾ ഹാർഡ് ടോപ്പിക് എന്ത് ചെയ്യും? ക്രാക്ക് ചെയ്തു. ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അകത്തുള്ള ടോപ്പിക്കുകൾ പഠിക്കുക. അതേപോലെ കൂടുതൽ ടൈം നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. സോ ഇങ്ങനെ നമ്മൾ റിവിഷൻ പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് അടുത്ത റിവിഷൻ വരുന്ന സമയത്ത് നമുക്ക് ഈസി ടോപ്പിക്സ് ആയിരിക്കും ബ്രേക്ക് ചെയ്യാനുണ്ടാവുക. സോ അപ്പോൾ നിങ്ങൾ കൂടുതൽ എന്തായിരിക്കും? കോൺഫിഡൻ്റ് ആയിരിക്കും ആ ചാപ്റ്റേഴ്സിൻ്റെ അകത്ത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റിവിഷൻ പ്ലാന് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ ഒരു പ്രോപ്പർ റിവിഷൻ പ്ലാൻ തന്നെയാണ് നമ്മുടെ നീറ്റിൻ്റെ റാങ്ക് തീരുമാനിക്കുന്ന ഒരു പ്രധാന ഫാക്ടർ. സോ എല്ലാവരും അടിപൊളിയായിട്ട് റിവൈസ് ചെയ്യുക, എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക.